ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. നേരത്തെ തന്നെ മാവ് അരച്ച് വെക്കൊന്നും വേണ്ട. നമുക്ക് മാവ് അരച്ചാൽ ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ ഹെൽത്തി ചെറുപയർ രാഗി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് രാഗിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്താനായിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി ഞാൻ ഇതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ രാഗിയും ചെറുപയറും മാത്രം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ 1 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാവ് അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ദോശമാവ് ചുറ്റിച്ചെടുക്കുന്നത് പോലെ തന്നെ ചുറ്റിച്ചെടുക്കാം. നമുക്കിതുപോലെ കനം കുറച്ച് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതുപോലെ കനം കുറച്ച് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ തട്ടുദോശയുടെ ഒക്കെ പോലെ കുറച്ച് കനത്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇനി ദോശയുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രത്തോളം ക്രിസ്പി ആക്കണോ അത്രയും ക്രിസ്പി ആക്കിയിട്ട് നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നെയ് റോസ്റ്റൊക്കെ പോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കുകയാണ്. പിന്നെ സാധാരണ നമ്മളുടെ ദോശ പോലെ തന്നെ ചൂടോടെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ എത്രത്തോളം ക്രിസ്പി ആക്കണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ സാധാരണ നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കുന്ന ഏത് ചട്നി സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഞാനിന്നിവിടെ സാധാരണ ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചമ്മന്തിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ചട്നി കൂട്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ രാഗി ചെറുപയർ ദോശ കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.